നമസ്കാരം. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. എന്നാൽ അതിൻ്റെ ആദ്യ യാത്ര തന്നെ നാണക്കേടായി മാറുന്നതാണ് കാഴ്ച. അത് പക്ഷേ ട്രെയിനിൻ്റെയോ അധികൃതരുടെയോ ഒന്നും കുഴപ്പം കൊണ്ടല്ല. ആദ്യ യാത്രയിൽ തന്നെ യാത്രക്കാർ ട്രെയിനിൽ നിറയെ മാലിന്യങ്ങൾ തള്ളിയെന്നാണ് പുതിയ റിപ്പോർട്ട്. ഇതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും ആധുനിക ട്രെയിനായ സ്ലീപ്പർ വന്ദേ ഭാരതിൻ്റെ ആദ്യ സർവീസിൽ തന്നെ യാത്രക്കാർ ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റ് മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞ് വൃത്തികേടാക്കിയതിനെ തുടർന്ന് വ്യാപക വിമർശനവും ഉയർന്നിട്ടുണ്ട്. ട്രെയിനിനുള്ളിൽ നിലത്തും ട്രേ ടേബിളുകളിലും പ്ലാസ്റ്റിക് ഭക്ഷണപ്പൊതികളും ഒഴിഞ്ഞ കുടിവെള്ള കുപ്പികളും ഡിസ്പോസിബിൾ സ്പൂണും ടിഷ്യൂ പേപ്പറും എല്ലാം ചിതറിക്കിടക്കുന്നതാണ് പ്രചരിക്കുന്ന വീഡിയോയിൽ കാണാൻ കഴിയുന്നത്. ട്രേ ടേബിളിൻ്റെ മുകളിൽ ഒഴിഞ്ഞ കുടിവെള്ള കുപ്പിയും ഭക്ഷണ പാക്കറ്റ് ടിഷ്യൂ പേപ്പറും എല്ലാം കാണാം. വന്ദേ ഭാരത് സ്ലീപ്പറിൻ്റെ ആദ്യ ദിവസത്തെ സർവീസിനിടെ ചിത്രീകരിച്ച വീഡിയോ ആണിതെന്നാണ് വിവരം. ഇത് നോക്കൂ, ഇത് റെയിൽവേയുടെ തെറ്റാണോ, സർക്കാരിൻ്റെ തെറ്റാണോ, അതോ നിങ്ങളുടെ തെറ്റാണോ? അല്പമെങ്കിലും പൗരബോധം കാണിക്കുന്നു വീഡിയോയുടെ പശ്ചാത്തലത്തിൽ അത് ചിത്രീകരിച്ച ആൾ തന്നെ പറയുന്നു. റെഡിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോ ഇതിനകം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ മാൽഡയിൽ നിന്ന് അസമിലെ കമാക്കിയിലേക്കും ബംഗാളിലെ ഹൗറയിലേക്ക് സർവീസ് നടന്ന ഇന്ത്യയിലെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനാണിത്. നിലവിലുള്ള ട്രെയിനുകളെക്കാൾ വേഗതയേറിയ ഈ സ്ലീപ്പർ ട്രെയിൻ ദീർഘദൂര യാത്രക്കാർക്ക് വിമാനത്തിലേതിന് സമാനമായ യാത്രാ അനുഭവം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് രൂപകൽപ്പന ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സർവീസ് കഴിഞ്ഞ ദിവസം ഫ്ലാഗ് ഓഫ് ചെയ്തത്. പുറത്തു വന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് ട്രെയിനിനുള്ളിൽ ഒരു യാത്രക്കാരൻ തന്നെയായിരുന്നു. പുതുപുത്തൻ ട്രെയിനിന്റെ തിളക്കം കാണിച്ചുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നതെങ്കിലും അടുത്ത നിമിഷം ക്യാമറ താഴേക്ക് തിരിക്കുമ്പോൾ തറയിൽ ഭക്ഷണപ്പൊതികളും പ്ലാസ്റ്റിക് സ്പൂണുകളും ചിതറിക്കിടക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. കൂടുതൽ പണം നൽകി യാത്ര ചെയ്യുന്നവർക്ക് കൂടുതൽ പൗരബോധം ഉണ്ടാകുമെന്ന ധാരണ തെറ്റാണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. നല്ല സംവിധാനങ്ങൾക്ക് നമ്മൾ അർഹരല്ലേ എന്നും ചിലർ ചോദ്യമുയർത്തി. PNR നമ്പർ പരിശോധിച്ച് യാത്രക്കാരിൽ നിന്നും പിഴ ഈടാക്കണമെന്നും ഭാവിയിൽ സീറ്റ് ബുക്ക് ചെയ്യുന്നതിൽ നിന്ന് വിലക്കണമെന്നും പോലും പലരും നിർദ്ദേശിക്കുന്നു. ഇതുകൂടാതെ പണം കൊടുത്ത് വിദ്യാഭ്യാസം നേടാമെങ്കിലും പൊതുബോധം നേടാൻ കഴിയില്ലെന്നും നിരവധി പേർ അഭിപ്രായപ്പെട്ടു. 2000 രൂപ മുതൽ 10,000 രൂപ വരെ സീറ്റിനായി മുടക്കാൻ ആളുകൾക്ക് കഴിയും, എന്നിട്ടും അവർ പഠിച്ച് വിവരമില്ലാത്തവർ ആയിരിക്കുമെന്ന് ഒരാൾ കുറിച്ചു. ഗുവാഹത്തി കൊൽക്കത്ത റൂട്ടിലാണ് ട്രെയിൻ സർവീസ് നടത്തുക. 16 കോച്ചുകളാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിലുള്ളത്. 11 3 ടയർ AC കോച്ചുകൾ, 4 2 ടയർ AC കോച്ചുകൾ, ഒരു ഫസ്റ്റ് ക്ലാസ് AC കോച്ചുമുള്ള ട്രെയിനിൽ ആകെ 823 യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ സാധിക്കും. സുരക്ഷാ കാരണങ്ങളാൽ പരമാവധി 130 കിലോമീറ്റർ വേഗത്തിൽ മാത്രമാകും ട്രെയിൻ ഓടുക. 180 കിലോമീറ്റർ വരെ വേഗം കൈവരിക്കാമെങ്കിലും സ്ലീപ്പർ ട്രെയിനുകൾ 130 കിലോമീറ്റർ വേഗത്തിനപ്പുറം കടക്കില്ല. റിസർവേഷൻ എഗെയിൻസ്റ്റ് ക്യാൻസലേഷൻ സംവിധാനവും ഉണ്ടാകില്ല. വന്ദേ ഭാരത് സ്ലീപ്പർ തേർഡ് AC നിരക്ക് കിലോമീറ്ററിന് 2.4 രൂപയും സെക്കൻഡ് AC നിരക്ക് 3.1 രൂപയും ഫസ്റ്റ് AC നിരക്ക് 3.8 രൂപയുമായിരിക്കും. 400 കിലോമീറ്റർ ദൂരം വരെയാണ് മിനിമം ചാർജ്. തേർഡ് ACയിൽ 960 രൂപയും സെക്കൻഡ് ACയിൽ 1240 രൂപയും ഫസ്റ്റ് ACയിൽ 1520 രൂപയുമാണ് മിനിമം ചാർജ്. 1000 കിലോമീറ്റർ ദൂരം വരെ യഥാക്രമം 2400 രൂപ, 3100 രൂപ, 3800 രൂപ എന്നിങ്ങനെയാണ് തേർഡ്, സെക്കൻഡ്, ഫസ്റ്റ് AC നിരക്കുകൾ. 2000 കിലോമീറ്റർ ദൂരത്തിൽ നിരക്കുകൾ യഥാക്രമം 4800 രൂപ, 6200 രൂപ, 7600 രൂപ എന്നിങ്ങനെയാണ്.